ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. CET എക്സാമിൻ്റെ സബ്ജക്ട് സെലക്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന് മുൻപുള്ള 4 പാർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോസ് ഒന്ന് കാണാം. ഇതുപോലെ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സബ്ജക്ട്സ് സെലക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സബ്ജക്റ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360 ആപ്പ് ത്രൂ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾക്കിതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു തരും. അപ്പോൾ കേന്ദ്ര സർവകലാശാലകളിൽ വളരെ കുറഞ്ഞ ഫീസിൽ മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള വലിയൊരു അവസരം തന്നെയാണ് ഈ CUT 2026 എക്സാം എന്ന് പറയുന്നത്. എന്നാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ചെറിയ ഒരു പിഴവുകൾ പോലും നിങ്ങളുടെ ഉപരിപഠന സ്വപ്നങ്ങളെ അത് ബാധിച്ചേക്കും. അപ്പോൾ വിഷയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഇനി ഞാൻ താഴെ പറയാൻ പോകുന്നത്. വെറുതെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടുക എന്നതിലുപരി നിങ്ങളുടെ അഭിരുചിക്കും നിങ്ങളുടെ നൈപുണ്യത്തിനും യോജിച്ച നിങ്ങളുടെ സ്കിൽസിന് യോജിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കരിയർ സാധ്യതകളെ കുറിച്ചിട്ട് വ്യക്തമായി മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു കോഴ്സ് പിക്ക് ചെയ്യുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ അബദ്ധങ്ങളിലേക്ക് നിങ്ങൾ വഴിതെളിയിക്കും. ഇപ്പോൾ അഗ്രികൾച്ചർ കോഴ്സുകളിലെ മുൻ വർഷത്തെ പിഴവുകൾ കഴിഞ്ഞ വർഷങ്ങളിലെ ICAR അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച പല കുട്ടികളും വലിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ICAR നിബന്ധനകൾ പ്രകാരം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അഗ്രികൾച്ചർ എന്നിവയിൽ ഏതെങ്കിലും ഒരു 3 വിഷയങ്ങൾ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അഗ്രികൾച്ചർ പഠിക്കാത്ത കുട്ടികൾ ആ വിഷയം പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കണമെന്ന് ഒരിടത്തും നിർബന്ധമില്ല. അപ്പോൾ +2 പഠിക്കാത്ത വിഷയങ്ങൾ CUT പരീക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും കൗൺസിലിംഗ് സമയത്ത് അത് നിങ്ങളെ അയോഗ്യരാക്കാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പോൾ ഈ CUT നിയമപ്രകാരം മറ്റ് വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതാമെങ്കിലും അഡ്മിഷൻ നൽകുന്ന ICAR പോലെയുള്ള സ്ഥാപനങ്ങളുടെ നിയമങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ അതിനാൽ നിങ്ങൾ +2 പഠിച്ച വിഷയങ്ങൾ തന്നെ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റ് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻസും മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കേന്ദ്ര സർവകലാശാലയിൽ പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഈ 50 യൂണിവേഴ്സിറ്റികളുടെയും വിവരങ്ങൾ അടങ്ങിയ PDF കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. ഓരോ സ്ഥാപനത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ലഭ്യമാണോ, അവിടെ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നും മുൻകൂട്ടി നിങ്ങൾ കണ്ടെത്തണം. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിബന്ധനകൾ വ്യത്യസ്തമായിരിക്കും എന്നതിൽ ഇത് ഓരോന്നായിട്ട് നിങ്ങൾ പരിശോധിക്കാൻ നിർബന്ധമാണ്. സബ്ജക്ട് സെലക്ഷൻ വരുത്തുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും അത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം വർദ്ധിപ്പിച്ചേക്കാം. അപ്പോൾ അതിനാൽ യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകളുടെയും ലിസ്റ്റ് മുൻകൂട്ടി നിങ്ങൾ തയ്യാറാക്കി ഓരോന്നിനും ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായി മാപ്പിംഗ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പോകാൻ പാടുള്ളൂ. +2 ബോർഡ് പരീക്ഷയ്ക്കൊപ്പം തന്നെ CUT പരീക്ഷയ്ക്കും കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കും. ഈ അവസരം പ്രയോജനപ്പെടുത്തി മികച്ച കരിയർ കെട്ടിപ്പടുക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇതുപോലെ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഓൺ ടൈമിൽ നിങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ട് അത് സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.